സോ ഗൈസ്, നമ്മൾ ഡേ 2 ഓഫ് ZGC ഫെസ്റ്റ് ഒന്നുള്ളൂ കോളേജിലേക്ക്. 4 മണി. ഇന്നിപ്പോൾ എന്താ നിന്നാ വിജയും, പിന്നെ എന്തിനാ പോകുന്നത് ഹനാൻഷാനെ കാണാൻ. ഞാൻ കുറേ വിചാരിക്കുന്നു മൂപ്പരെ കാണുമെന്ന്, ഇവിടെ ഇതുവരെ മീൻസ് അതിനൊരു ഇതിൽ കിട്ടിയില്ല. സോ ഇന്ന് കോളേജിലേക്ക് ഗസ്റ്റായിട്ട് ഹനാൻഷാ വരുന്നു. അപ്പോൾ കാണാൻ പോവാം. ഹോസ്റ്റലിൽ നിൽക്കുക. ഞാൻ റിട്ടേൺ വരും, വേഗം വരണം, അല്ല ഞാൻ വീട്ടിൽ കിട്ടില്ല. ഇത്രയും പോപ്പുലറായി എന്നെ അറിയാത്ത ജാടത്തെട്ടുകള്. അടിപൊളി അടിപൊളി. അപ്പൊ ഇർഫാൻ അല്ല, സാധാരണ ഇർഫാൻ മൈൻഡിൽ വെച്ചൊരു ഈ 3-4 പേരിലുണ്ടാകുമ്പോൾ കണ്ടുപിടിക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും കേട്ടോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മെന്റലിസം ഷോ എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്റ്റേജിൽ ഇത് കണ്ടു, ഇവനെ കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ക്രഷിന്റെ പേര് പറയിപ്പിച്ചു എന്ന് വിചാരിക്കാം. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് നേരത്തെ അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കും, കാരണം കറക്റ്റ് ഞാൻ പറഞ്ഞു കൊടുക്കും. അപ്പം നിങ്ങൾക്കെല്ലാം ഡൗട്ട് വരും. ആ ഡൗട്ട് വരുമ്പോൾ പിന്നെ നിങ്ങൾക്കൊരു ത്രില്ല് ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ തൽക്കാലം എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇർഫാനെ തിരിച്ചയക്കാണ്. ഓക്കെ, നല്ലൊരു ക്ലാപ്പ് കൊടുക്കുക ഇർഫാന്. കാരണം അത് ഞാൻ അവിടെ ചെയ്ത് കാണിച്ചു. ഞാൻ ജസ്റ്റ് ഇങ്ങനെ പുഷ് ചെയ്യുമ്പോൾ ആള് മാറ്റി. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എന്റെ വസ്ത്രം മാറ്റിയിട്ട് മനോഹരമായ പ്രകൃതിയെയാണ് ഞാൻ മുന്നിൽ കാണുന്നത്. ഏറ്റവും മിടുക്കരായ വിദ്യാർത്ഥികളെ. തീർച്ചയായിട്ടും ഗുരുവായൂരപ്പൻ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഒരു സന്ദർഭമായതുകൊണ്ട് മാത്രം സൂചിപ്പിക്കുകയാണ്. പോലീസ് വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അവകാശപ്പെടാനാവാത്ത നേട്ടങ്ങളുടെ വലിയ പരമ്പരയുണ്ട്. 2 ജ്ഞാനപീഠ ജേതാക്കളെ സമ്മാനിച്ച ഏക ക്യാമ്പസ് ഗുരുവായൂരപ്പൻ കോളേജാണ്. ഒരാള് SK പൊറ്റക്കാട്, മറ്റൊരാൾ മഹാകവി അക്കിത്തം. ഭാരതത്തിന്റെ പ്രതിരോധ മന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ മന്ത്രിസഭയിൽ ഭാരതത്തിന്റെ പ്രതിരോധ മന്ത്രിയായിരുന്ന വിദേശകാര്യ വകുപ്പ് നമ്മുടെ ഇന്നത്തെ ഒരു ചടങ്ങിന് മുഖ്യ സാന്നിധ്യമായിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട ആദ്യമായി സ്നേഹോപഹാരം നൽകുന്നു ഹനാൻ ഷാ. നല്ലൊരു കൈ പ്ലീസ്. വീണ്ടും വരാൻ പറ്റിയതിൽ അതിയായ സന്തോഷം. നിങ്ങളുടെ ഈ പരിപാടിയുടെ ഭാഗമാവാൻ പറ്റിയതിലും ഷാഫിഖാന്റെ കൂടെ വീണ്ടും കുറച്ച് സമയത്തിന് ശേഷം ഒരു വേദിയിൽ വീണ്ടും വരാൻ പറ്റിയതിൽ അതിയായ സന്തോഷം. അപ്പം ഷാഫിക്ക പറഞ്ഞപ്പോൾ തിരക്കിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി. ഇപ്പൊ പറഞ്ഞു വരുമ്പോ മൂപ്പരെക്കാട്ടിലും തിരക്ക്. ഇടാനായിട്ടില്ല. അപ്പൊ ഈ പാട്ടൊക്കെ പാടിയ ചെയ്തിട്ടുള്ള ആളാണ് ശ്രീഹരി. അപ്പൊ ആളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഒരു ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ കാണുന്നു. ഈ കൊല്ലം സ്റ്റാർട്ടിങ് തന്നെ എനിക്ക് ശ്രേയാ ഘോഷാലിന്റെ കൂടെ പാടാൻ പറ്റി. വർഷത്തിൽ ആദ്യവാരം അത് രാധർഷക്ക മ്യൂസിക് ഡയറക്ട് ചെയ്ത പടമായിട്ടുള്ള മാജിക് മഷ്റൂംസ് എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൽ പാടാൻ പറ്റി. അത് കഴിഞ്ഞ്
ഈ മസ്കിന്റെ സുഗന്ധമൊഴുക്കിയതാണ് അതിലായി വലഞ്ഞ കിനാക്കരമേലെ സഞ്ചാരം സുന്ദരമാക്കിനാല് കിസ്മത്തിനെ ആതുര ചെയ്തതുപോലെ മസ്കിന്റെ സുഗന്ധമൊഴുക്കിയ കൊട്ടാരത്തിൽ കണ്ടാൽ നിന്നെ ഹിജാബിലെ കണ്ണിയതാരേ അറിവാർന്നൊരു വാക്കു പറഞ്ഞ് എരിവുള്ളൊരു നോട്ടമെറിഞ്ഞ് അനുരാഗം പെരുമഴയാലെ എല്ലാവരും കനിയെ കനിയെ ദൂരൊരാളും കൂട്ടിനില്ലാതെ കാണേണ്ട കാടുകൾ കരകൾ നിലയ്ക്കാതെ പോകേണ്ട ദൂരൊരാളും കാത്തു നിൽക്കാതെ കിസ്സുകൾ കഥകൾ നിലയ്ക്കാതെ ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി കൂടെ പാടില്ല കാറ്റുപോലെന്നെ മൂടണേ വഴിയോര നേരങ്ങളേറണേ ദൂര ദൂരങ്ങൾ നിന്നെയും കേടണേ എല്ലാരും കഥകൾ നിലയ്ക്കാതെ ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുടരത്ത് ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുടരത്ത് ചിറാപ്പുഞ്ചി മഴയത്ത് ഇയറാണ് എനിക്ക്. സോ എല്ലാവരും കൂടെ നിൽക്കുക. ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് വന്ന പോലെ നിങ്ങളെ കൂടെ ഞാൻ നിന്ന പോലെ എൻ്റെ കൂടെ നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഈ വർഷം നിൽക്കുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, പാട്ടുകളെല്ലാം കേൾക്കാം. താങ്ക് യു സോ മച്ച് ഗൈസ്. ഐ ലവ് യു ഓൾ. ബൈ. And thank you so much, Hanan.